ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ഇഷ്ടം പോലെ കമ്പനികളെ പറ്റി പറയാറുണ്ട്. മാരുതി സുസുക്കിയുടെ പുതിയ വണ്ടികൾ വരുന്നു, ടാറ്റയുടെ പുതിയ വണ്ടികൾ വരുന്നു, ഈവൻ നമ്മുടെ മഹീന്ദ്രയുടെ ആണെങ്കിൽ പോലും ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവാത്തത് ഹ്യുണ്ടായുടെ വണ്ടികളാണ്. ഈവൻ ദോ അവർ ഈ അടുത്ത് നമ്മുടെ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു, കഴിഞ്ഞ വർഷം വരണയൊക്കെ കൊണ്ടുവന്നുവെങ്കിൽ പോലും ഇനിയിപ്പോൾ അവരെന്താണ് ഇറക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഹ്യുണ്ടായി ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വണ്ടികളൊക്കെ ഇനി വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി. അതിനാദ്യം തന്നെ ഞാൻ ക്രെറ്റ EVയെ പറ്റി പറയാം. അത് ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ പറയാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ എന്നാൽ പോലും ക്രെറ്റ EV വരുന്നുണ്ട്. അതായിരിക്കും ഹ്യുണ്ടായുടെ ഇനി അവർ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വാഹനം. മിക്കവാറും 2024 അവസാനം അല്ലെങ്കിൽ 2025 ഫസ്റ്റ് ഹാഫിലായിരിക്കും നമുക്ക് ആ ഒരു വാഹനം ലഭിക്കുന്നത്. അത് അവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാസ് മാർക്കറ്റ് EV ആയിട്ട് ഇറക്കാൻ പോകുന്ന വണ്ടിയായിരിക്കും. എന്ന് വെച്ചാൽ മാക്സിമം ലോക്കലൈസേഷനൊക്കെ ചെയ്ത് കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ പ്രൈസിൽ ഇറക്കാൻ പറ്റിയ പോലത്തെ ഒരു വാഹനം. ഈ കുറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രെറ്റയുടെ നോർമൽ വേരിയൻസിനേക്കാൾ കുറവായിരിക്കും എന്ന് വിചാരിക്കരുത്. അതിപ്പോൾ എന്തായാലും നടക്കില്ലല്ലോ. എങ്ങനെയായാലും ഒരു 20 to 25 ലാക്സിൻ്റെ ഇടയിൽ വരും. അതായത് ഏകദേശം നമ്മുടെ ZS-EVയുടെ ഒക്കെ ഒരു കോമ്പറ്റീഷൻ പോലെ വരാൻ പോകുന്ന വാഹനം എന്ന് പറയും. അതാണ് ഇനി വരാൻ പോകുന്ന ക്രെറ്റ EV. അതിന് ടെസ്റ്റിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ടെസ്റ്റിങ്ങിൽ ആക്ച്വലി നമുക്ക് പുതിയ അലോയ് വീൽസ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബമ്പറിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയോ പവറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയില്ല. മിക്കവാറും ഒരു 400 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ ക്ലെയിംഡ് റേഞ്ച്, അല്ലെങ്കിൽ 400 to 500 റേഞ്ചിൽ ക്ലെയിംഡ് റേഞ്ച് വരുന്ന, റിയൽ ലൈഫിൽ നമുക്ക് 350+ കിലോമീറ്റേഴ്സൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാഹനമായാൽ വളരെ നല്ലത്. അതിലും കൂടുതൽ റേഞ്ച് കിട്ടുകയാണെങ്കിൽ വളരെ വളരെ നല്ലത്. പക്ഷേ പ്രൈസും കൂടാൻ പാടില്ല, അതാണൊരു പ്രശ്നം. ഒരുപാട് വില കൂടിയാലും ആൾക്കാർ വാങ്ങില്ലല്ലോ. എനിവേ അതാണ് ക്രെറ്റ EVയെ പറ്റിയുള്ള സംഭവങ്ങൾ. പക്ഷെ അതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവരിനി ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയാണ്. സോ ഹ്യുണ്ടായി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ ഇന്ത്യയിലേക്ക് ഹൈബ്രിഡ് വണ്ടികളും അതുപോലെ ഇലക്ട്രിക് വണ്ടികളും കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവർ ആക്ച്വലി കുറച്ച് റിലക്റ്റൻ്റ് ആയിരുന്നു ഹ്യുണ്ടായി ഇന്ത്യയിൽ ഹൈബ്രിഡ് വണ്ടികൾ കൊണ്ടുവരാൻ. കാരണം കിയ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് ഞങ്ങൾ ഹൈബ്രിഡ് വണ്ടികൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ്. പക്ഷേ ഹ്യുണ്ടായി ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഫൈനലി ഹ്യുണ്ടായി അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സെഡാൻ അതുപോലെ SUVസിലായിരിക്കും ഇത് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ആ ഒരു എൻട്രി ലെവൽ വാഹനങ്ങളിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. മിക്കവാറും ക്രെറ്റ, LKSR, പിന്നെ ട്യൂസോൺ, അതുപോലെ വെർണ, അങ്ങനത്തെ വണ്ടികളിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫ്യൂച്ചറിൽ ഈ പറയുന്ന രീതിയിൽ ഹൈബ്രിഡൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ താഴെ വെന്യൂ വരുന്നുണ്ട്, എക്സ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഈവൻ ഓറയും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഹൈബ്രിഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ ചിലവ് കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ നോക്കാത്തത്. പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു മിഡ് റേഞ്ച് ആൻഡ് ഒരു പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികളാണ് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ ചില കമ്പനികൾ 8,000 കോടി 10,000 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഹ്യുണ്ടായി ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 30,000 കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഈ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഇപ്പോൾ ഹ്യുണ്ടായി ഏകദേശം ഒരു 50,000 to 60,000 ഇടയിലാണ് വണ്ടികൾ ഒരു മാസം വിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇയർലി ഏകദേശം ഒരു 8 ലക്ഷം വണ്ടികളോളം അവർ വിൽക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ നേരെ ഡബിളാണ് ഈ വർഷം, അതായത് ഈ ഡെക്കേഡ് അവസാനം എന്ന് വെച്ചാൽ 2030 ആവുന്നതിന് മുമ്പായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 1.5 മില്യൺ, അതായത് 15 ലക്ഷം വണ്ടികൾ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതൊരു വളരെ വലിയ നമ്പറാണ്. കാരണം നമ്മളിപ്പം ഇവർ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം 1.25 ലക്ഷം വണ്ടികളോളം വിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവർ പിടിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ മാരുതി സുസുക്കിയുടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു മാസം ഏകദേശം 1.5 ലക്ഷം, ചില മാസങ്ങളിൽ 1,30,000, ചില മാസങ്ങളിൽ 1.25 ലക്ഷം, ആ ഒരു റേഞ്ചൊക്കെ ആണല്ലോ. അതായത് ഹ്യുണ്ടായി ഈ ഡെക്കേഡ് അവസാനത്തോടു കൂടി ഉദ്ദേശിക്കുന്നത് ഏകദേശം മാരുതി സുസുക്കിയുടെ ഒരു കോമ്പറ്റീഷനാണ് എന്ന് പറയാം. ഇപ്പോൾ ചില മാസങ്ങളിലൊക്കെ നമുക്ക് ടാറ്റ ഹ്യുണ്ടായി വെട്ടിച്ച് സെക്കൻഡ് പൊസിഷനിലാവുന്നതൊക്കെ കാണാം. പക്ഷെ എന്തായാലും ഈ ഒരു പ്രൊഡക്ഷൻ ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ടാറ്റയ്ക്കും ഇവർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ടാറ്റ ഇഷ്ടംപോലെ വണ്ടികൾ ഇനിയും കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ടാറ്റയ്ക്കുള്ള ലൈനപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ്. അതായത് ഒരുപാട് വണ്ടികളൊന്നുമില്ല, 6 വണ്ടികളെ ആകെപ്പാടുള്ളൂ. അത് വെച്ചാണ് അവരിപ്പോൾ മാർക്കറ്റിങ്ങിന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്യുണ്ടായുടെ കേസ് പക്ഷേ അങ്ങനെയല്ല, 8-10 വണ്ടികളോളം അവർക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അടുത്തൊന്നും ഹൈബ്രിഡ് വണ്ടികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഹൈബ്രിഡ് ടെക്നോളജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈവൻ ദോ ഹ്യുണ്ടായിക്ക് പുറത്തൊക്കെ ഹൈബ്രിഡ് വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും ആ സെയിം ടെക്നോളജി അവർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത്, അതായത് ആ സെയിം സിസ്റ്റമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ പ്രൈസ് ഭയങ്കര കൂടുതലായി പോകും. അപ്പോൾ ആരും വാങ്ങില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം അവർ ഇറക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നിരിക്കുന്നതും ഇവർ ഇനിയിപ്പം ഇറക്കാൻ പോകുന്നതും. നമുക്കിപ്പം ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ തന്നെ
പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം 2 ലക്ഷത്തിന് മുകളിലൊക്കെ ഡിഫറൻസ് വന്നാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ആരും വാങ്ങാൻ ചാൻസ് ഇല്ല. കാരണം ആ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെയും ടൊയോട്ടയുടെയൊക്കെ പീക്ക് ടൈം ആയിരിക്കും ഹൈബ്രിഡ്സിൻ്റെ. അവരിപ്പോൾ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ വിൽക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ഫൈനാൻഷ്യലിൽ 2023 to 2024 ഗ്യാപ്പിനിടയിൽ 80,000 to 90,000 ഹൈബ്രിഡ് വണ്ടികൾ അവർ വിറ്റു എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടികൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ നമ്പറാണ്. കാരണം മാരുതി സുസുക്കിക്ക് ഇന്ത്യയിൽ ആകെപ്പാടെ ഒരൊറ്റ ഹൈബ്രിഡ് വണ്ടി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര മാത്രമാണ്. ബാക്കി വണ്ടികളൊക്കെ ഇനിയിപ്പോൾ അവർ ഇറക്കേണ്ടി വരും. അതൊരു ടൊയോട്ടയ്ക്കും ഹൈറൈഡറും പിന്നെ നമ്മുടെ മറ്റേ ഇന്നോവ ഹൈക്രോസ് ആണുള്ളത്. മാരുതി സുസുക്കിക്ക് പിന്നെ ഇൻവിക്റ്റും ഉണ്ട്, പക്ഷെ അത് നമ്പേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ചെറുതാണ്. അതായത് ഒരു മാസം ഏകദേശം 200-300 വെച്ച് അത് വിൽക്കാറുള്ളൂ. ടൊയോട്ട പിന്നെ അറ്റ്ലീസ്റ്റ് ഹൈക്രോസ് കുറച്ചും കൂടെ വിൽക്കാറുണ്ട്, 4,000-5,000 ആ റേഞ്ചിലൊക്കെ വിൽക്കാറുണ്ട്. ഇനി പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവർ ഈ ഹൈബ്രിഡ്സിലേക്ക് ചിന്ത മാറ്റിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ റീസൺ മറ്റൊന്നുമല്ല, എമിഷൻ നോംസ് തന്നെയാണ്. ഈ 2027 ആകുമ്പോഴേക്കും നമ്മുടെ പുതിയ സ്ട്രിക്റ്റർ ആയിട്ടുള്ള എമിഷൻ നോംസ് വരും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ BS 6.2 റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ BS 7 ഒക്കെ വരികയാണെങ്കിൽ ഡീസൽ എഞ്ചിൻസ് ആ എമിഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കമ്പനികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ടാറ്റ അത് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, BS 7 വരികയാണെങ്കിൽ അവർ ഡീസൽ വണ്ടികളൊക്കെ തന്നെ നിർത്തും എന്നുള്ളത്. അതുതന്നെയായിരിക്കും മിക്ക കമ്പനികളുടെ അവസ്ഥ. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ BS 6 വന്നതിന് ശേഷം ഒരുപാട് ഡീസൽ എഞ്ചിൻസ് നിർത്തിപ്പോയി. BS 6.2 വന്നപ്പം കുറച്ച് കമ്പനികൾ ഡീസൽ എഞ്ചിൻസ് നിർത്തി. അങ്ങനെ എമിഷൻ നോംസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡീസൽ എഞ്ചിൻസ് പതുക്കെ എക്സ്റ്റിങ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഡീസൽ എഞ്ചിൻസിൻ്റെ ആ ഒരു എഫിഷ്യൻസിയൊക്കെ മീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹൈബ്രിഡ് വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ EV ഇറക്കേണ്ടി വരും. പക്ഷേ EV ഇറക്കിയാൽ പോലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ EVസിലേക്ക് അങ്ങോട്ട് ഇവോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പ്യുവർ EV വണ്ടികൾ വാങ്ങുന്നതിലും നമുക്കിപ്പോൾ കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് വണ്ടികളാണ്. കാരണം ഇപ്പം നോർമൽ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് വണ്ടികൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എവിടെയും കൊണ്ട് കുത്തിയിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ നമുക്കപ്പോൾ മാന്യമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ സിറ്റി ട്രാഫിക്കിലും 20+ മൈലേജ് കിട്ടും. ഡീസൽ വണ്ടികൾക്ക് പൊതുവെ സിറ്റി ട്രാഫിക്കിൽ 20+ മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ആക്ച്വലി ഹൈബ്രിഡിനേക്കാൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഡീസൽ വണ്ടികൾ. ഇനി ഇവരുടെ EVസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ക്രെറ്റ EVയെ പറ്റി പറഞ്ഞു. അതാണ് ഇവരുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് EV. പക്ഷെ അതിനുശേഷം അവർ മറ്റൊരു മാസ് മാർക്കറ്റ് EV കൂടി കൊണ്ടുവരും. അത് 2026 to 2027 ആ ഒരു ടൈം പീരീഡിലായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ആ വാഹനം അവർ മാക്സിമം ലോക്കലൈസ് ചെയ്ത് തന്നെയായിരിക്കും ഇറക്കാൻ പോകുന്നത്. അത് ക്രെറ്റയുടെ താഴെയാണോ മുകളിലാണോ വരാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും 2 വണ്ടികളായിരിക്കും നമുക്ക് 2030 മുമ്പ് ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വണ്ടികളുടെ റേഞ്ചിൽ കിട്ടുന്നത്. ഇപ്പോൾ അവർക്ക് 2 വണ്ടികൾ വരുന്നുണ്ട്, കോന EV ഉണ്ട്, അതുപോലെ അയണിക് 5 ഉണ്ട്. പക്ഷേ ഈ 2 വണ്ടികൾ അയണിക് 5 ഒരു പ്രീമിയം പ്രൈസ് പോയിന്റ് നിൽക്കുന്ന വണ്ടിയാണ്. ആൻഡ് കോനയാണെങ്കിലും അവർ കുറച്ച് കാലമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. പുറത്തൊക്കെ അതിനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതായത് ഒരു പ്രോപ്പർ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് അവരിപ്പോഴും ആ ഒരു വാഹനം കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവായിട്ട് ZS EV ഒക്കെ വെച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവരിപ്പോഴും ആ ഒരു പഴയ കോന തന്നെ നമുക്ക് തരുന്നത് കൊണ്ട് വലിയ സെയിൽസ് ഒന്നും വാഹനത്തിന് കിട്ടുന്നില്ല. അയണിക് 5 പിന്നെയും വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഗൈസ് ഹ്യുണ്ടായുടെ അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.